കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്നേ സരുവിന്റെ കുഞ്ഞിനെ കിരണും കല്യാണിയും ചേർന്ന് രക്ഷപ്പെടുത്തുന്നൊക്കെയുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ അടിയാണ് ഇനിയിപ്പോ രാഹുലിന് കിട്ടാനായിട്ട് പോകുന്നത്. രാഹുൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും അതോടൊപ്പം തന്നെ സരു അടപടലം തകർന്നു പോവാണ്. സരുവും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുവാണ്. അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കുഞ്ഞിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ ടെൻഷനിലാണ് സരു. അപ്പൊ അതുപോലെ തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു കിരണിനാണെങ്കിലും കല്യാണിക്കാണെങ്കിലും. കാരണം ഒരു ചോര കുഞ്ഞാണ്, താൻ ഒരു അമ്മയാണ്. അപ്പൊ തന്റെ കുഞ്ഞിനെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ, കല്ലുമോൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ വേദന എത്രമാത്രം വലുതാന്നുള്ള കാര്യം സരുവിനെ പോലെ തന്നെ തനിക്കും അറിയാവുന്ന കാര്യമാണ്. മുമ്പ് പലതവണ തന്റെ കല്ലുമോനെ ഇല്ലാതാക്കാട്ട് അവൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അവൾക്ക് ഒരു പെറ്റമ്മയുടെ വേദന എന്താണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴവൾ ആ വേദന മനസ്സിലാക്കുന്നുണ്ട്. സ്വന്തം ചോരക്കുഞ്ഞിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ അവളുടെ ആ കരച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോ കല്യാണിക്ക് അത് പെട്ടെന്ന് മനസ്സിലായി. ഒരുപക്ഷെ കല്ലുമോനെ നഷ്ടപ്പെട്ടുണ്ട് തനിക്ക് എത്രമാത്രം വേദന ഉണ്ടാവും. അവൾ എത്ര ദുഷ്ട ആയിക്കോട്ടെ, പക്ഷെ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോൾ ഒരു അമ്മയുടെ വേദന അത് വളരെ വലുതാന്ന് കല്യാണിക്ക് തിരിച്ചറിയാം. കല്യാണി പിന്നീട് കിരണിനോട് എന്നിട്ട് പറഞ്ഞു, കിരണേട്ടാ അവളുടെ സങ്കടം കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. അവള് കുറെ ദ്രോഹമൊക്കെ ചെയ്തല്ലേ കല്യാണി. കല്ലുമോനെ ഇല്ലാതാക്കാൻ വേണ്ടി അവന് എന്തൊക്കെ ചെയ്യുന്നു പറയാം. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലും ഇല്ലാതാക്കാൻ ശ്രമിച്ചല്ലേന്ന് ചോദിക്കുക. അതൊക്കെ ശരി തന്നെ, പക്ഷെങ്കില് ആ കുഞ്ഞ് എന്ത് പഴിച്ച അതിന് മാത്രം എന്ത് തെറ്റാ ആ കുഞ്ഞ് ചെയ്തേ? അവരുടെ സരുവിന്റെ മനോഹരന്റെ കുഞ്ഞായിട്ട് ലോകത്തിലേക്ക് വന്നെന്ന് ഒരു തെറ്റ് മാത്രമേ ആ കുഞ്ഞ് ചെയ്തിട്ടുള്ളൂ. അതിനേക്കാൾ ഉപരി ഒന്നുമില്ലെന്ന് പറയാണ്. ആ കുഞ്ഞിനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയണ. നീ എന്തൊക്കെയാ കല്യാണി പറയണെന്ന് ചോദിക്കാം. കിരണേട്ടാ ആ കുഞ്ഞ് എവിടെയാണെങ്കിലും നമുക്ക് അതിനെ കണ്ടെത്തണമെന്ന് പറയാം. അല്ല അതിപ്പം മിക്കവാറും ആ ബഗാസുരൻ ചേർന്നിട്ടായിരിക്കും. ബഗാസുരനും മിക്കവാറും ശാരിയാണ്ടി ആ കൂടെ ഉണ്ടോന്ന് അറിയത്തില്ല. അവര് രണ്ടുപേരും ചേർന്നിട്ടായിരിക്കും ഈ നാടകം കളിച്ചിരിക്കുന്നത്. എന്താണെന്നറിയില്ല. കിരണേട്ടൻ ഒരു കാര്യം ചെയ്യാം, അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിക്കാൻ പറയാണ്. എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമോന്നൊക്കെ അറിയാനായിട്ട്. പിന്നീട് കിരൺ എന്ത് ചെയ്യാണ്, തന്റെ അറിയാവുന്ന ഒന്ന് രണ്ട് പേരെ ഏർപ്പാടാക്കുവാണ്. ഇതുപോലെ കുഞ്ഞ് മിസ്സായിട്ടുണ്ട്. അപ്പൊ ആ കുഞ്ഞിനെ കുറിച്ച് വല്ല ഡീറ്റെയിൽസ് കിട്ടുമോ? അപ്പൊ അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ ചന്ദ്രസേനന് ഇങ്ങനത്തെ കാര്യങ്ങൾ ഗുണ്ടാലിസ്റ്റൊക്കെ നല്ല പിരിപാടുള്ള ആളുമാണ്. പിന്നീട് ചന്ദ്രസേനന് കിരണിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ നീ പേടിക്കണ്ട, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറയാണ്. ഈ സമയം രൂപ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. രൂപ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ട് നേരെ രൂപ സരുവിനെ കാണാനായിട്ട് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോ തന്നെ സരു രൂപനെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. രൂപാന്റി എന്റെ മോളെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് മോള് വിഷമിക്കാതിരിക്കുക, കിട്ടൂന്ന് പറയാണ്. അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇതേ ആരാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയത്തില്ലോ എന്ന് പറയാണ്. ഈ ചതി ചെയ്ത് ആരാണെങ്കിലും ഉറപ്പായിട്ടും നിനക്ക് നിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടില്ല എന്ന് പറയാണ്. സരു ദുഷ്ടയാണെങ്കിലും സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന കുറെ കാലം തന്നെ മക്കളെ തമ്മിൽ അകറ്റി നിർത്തിയിരുന്ന. അപ്പൊ അതിനുള്ള ശിക്ഷയായിരിക്കും ദൈവം ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് എന്നൊക്കെ രൂപയുടെ മനസ്സിലുണ്ട്. പക്ഷെ അതൊക്കെ രൂപയ്ക്ക് വിളിച്ചു പറയാനായിട്ട് പറ്റുമോ? ആന്റി ഒരു കാര്യം ചെയ്യുക, എങ്ങനെയെങ്കിലും ആരെ കൊണ്ടില്ലെന്ന് അന്വേഷിപ്പിക്കുക, എനിക്ക് എന്റെ മോളെ കിട്ടണോ ആന്റി, അല്ലെങ്കിൽ ഞാൻ ജീവനോടെ ഇരിക്കില്ലെന്ന് പറയാണ്. ഈ സമയത്ത് അങ്ങോട്ട് ശാരി വന്നു. ശാരിയെ കണ്ട് രൂപ പറഞ്ഞു, അല്ല ഏട്ടത്തി ഇവിടെ ഇല്ലായിരുന്നോ എന്ന് ചോദിക്കും. ആ സമയത്ത് ഞാനുണ്ടായിരുന്നു, ഞാൻ ആ സമയത്ത് അടുക്കളയിലായിരുന്നു പറയണം. എനിക്ക് നല്ല സംശയമുണ്ട് ആന്റി, ഇവരൊക്കെ ചേർന്നിട്ടാണോ എന്റെ കുഞ്ഞിനെ മാറ്റിയെന്ന്. എന്റെ മനുവേട്ടനെ ഇവർക്ക് ഇപ്പൊ കണ്ണെടുത്ത കാണത്തില്ല. അപ്പൊ എന്റെ കുഞ്ഞിനെ മിക്കവാറും കൊണ്ടേ കൊന്നു കളഞ്ഞാണോ, അല്ലെങ്കിൽ ഇവർക്ക് എന്തോ അതിനകത്തൊരു പങ്കുണ്ട് ആന്റി. ഞാൻ ഇവരെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കില്ല. ഇത് എന്റെ അച്ഛനും അമ്മയെന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്. രണ്ടെണ്ണത്തിനും ഭ്രാന്താന്ന് പറയാണ്. ഇത് കേട്ടതും രൂപ പറഞ്ഞു, അങ്ങനെയൊന്നും പറയില്ല മോളെ എന്ന് പറയണം. പിന്നെ അങ്ങനെ പറയാതെ ഞാൻ എന്ത് ചെയ്യണം? ആരും ഇത് പറഞ്ഞ എന്റെ മോളെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാകത്തില്ലെന്ന് പറയണം. ശാരി പറഞ്ഞു, ഇവള് പറഞ്ഞു കേട്ടില്ലേ രൂപേ, ഞങ്ങൾ എന്തോ വലിയ അപരാധം ചെയ്യുന്ന രീതിയിലാണ് ഇവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഞങ്ങളുടെ പേരക്കുഞ്ഞില്ല എന്ന് ചോദിക്കുക. രൂപ ഇപ്പൊ മനസ്സിൽ പറയാം, നിങ്ങൾ ഇതിലപ്പുറം ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേങ്കില് ഇവിടെ എനിക്കതൊന്നും വിളിച്ചു പറയാൻ പറ്റില്ലോ, എനിക്ക് അഭിനയിച്ചല്ലേ മതിയാവുള്ളൂ എന്ന് രൂപ പറയാം. പിന്നീട് കുറെ സമയം കഴിഞ്ഞിട്ടാണ് രൂപ അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ സമയത്ത് കിരണിന്റെ ഫോണിലേക്ക് ആ കോൾ എത്തുവാണ്. സരുവിന്റെ കുഞ്ഞിനെ കണ്ടെത്തിന്ന് പറഞ്ഞിട്ടുള്ള ആ കോള്. അങ്ങനെ ആ കുഞ്ഞിന് ഫോട്ടോസ് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഫോട്ടോസ് ഇട്ട് കൊടുത്തിപ്പം തന്റെ ഫോണിൽ കിടക്കുന്ന ഫോട്ടോ കിരൺ നോക്കുകയാണ്. കാരണം രൂപ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ ശരിയാ, സെയിം അത് തന്നെ സരുവിന്റെ കുഞ്ഞ് തന്നെയാണ്. പിന്നീട് കിരൺ കല്യാണിയും കൂടി ചേർന്നിട്ട് കുഞ്ഞിനെ വാങ്ങാനായിട്ട് പോവാണ്. അങ്ങനെ കുഞ്ഞിനെ അവരുടെ കയ്യിലേക്ക് കിട്ടുവാണ്. കാരണം ഒരുത്തരുടെ കയ്യില് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞിനെ കടത്താനായിട്ട്. അങ്ങനെ അയാൾ തന്നെയാണ് ആ കുഞ്ഞിനെ ചന്ദ്രസാനിന്റെ കയ്യിലേക്ക് ഗുണ്ടകളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത്. അങ്ങനെ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും
കല്യാണിക്കും ഭയങ്കര സന്തോഷമായി. പിന്നീട് വീട്ടിലേക്ക് കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞല്ല, നമ്മൾ ഈ കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവള് പറയും നമ്മളായിരിക്കും കുഞ്ഞിനെ മോഷ്ടിച്ചെന്ന് പറയത്തുള്ളൂ. കിരൺ പറഞ്ഞു അത് ശരിയാ, നമ്മളിതൊക്കെ ചെയ്താലും അവൾ അങ്ങനെ അവസാനം പറയത്തുള്ളൂ എന്ന് പറയാ. ഈ സമയം സരയുവാണെങ്കിൽ വല്ലാത്ത വിഷമത്തോടെ കിടക്കുന്നേ. മനോഹരൻ നെഞ്ചി കയറി കെട്ടിപ്പിടിച്ച് കിടന്ന കരയാണ്. എന്നിട്ട് പറഞ്ഞു, മനുവേട്ട എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം, എന്റെ കുഞ്ഞില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. മനോഹർ പറഞ്ഞു, കിട്ടും മോളെ കിട്ടും, മോൾക്കൊരാപത്ത് സംഭവിക്കില്ല, നീ ധൈര്യമായിട്ടിരിക്കുക. ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും അവരെ നമ്മൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നൊക്കെ പറയാണ്. നീ ഇപ്പൊ തൽക്കാലത്തേക്കൊന്ന് കിടന്നുറങ്ങാനൊക്കെ പറഞ്ഞുകൊണ്ട് സരയുവിനെ അവിടെ അങ്ങനെ ഒരു വിധത്തിലൊക്കെ പിടിച്ച് കിടത്തുവാണ് മനോഹർ അവിടെ. മനോഹറിനറിയാം ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയത് രാഹുലും ശാരിയും കൂടെ ചേർന്നിട്ടാണ്. അവരല്ലാതെ ഇതിന്റെ പിന്നിൽ വേറെ ആരും പ്രവർത്തിക്കില്ല. ഈ വീട്ടിൽ വന്ന് കയറി ആ കുഞ്ഞിനെ എടുത്തോണ്ട് പോണെങ്കിൽ അപ്പൊ അത്രമാത്രം വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉള്ളതുകൊണ്ടല്ലേ അതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും സംഭവിക്കില്ലെന്നറിയാം. അങ്ങനെയൊക്കെ ഓർത്ത് മനോഹർ ഇരിക്കുകയാണ്. ഈ സമയം കിരണും കല്യാണും കൂടെ എന്ത് ചെയ്യണം, കുഞ്ഞിനെ കൊണ്ടുവന്ന് സിറ്റ് ഔട്ടിലേക്ക് കൊണ്ടുവന്ന് കിടത്തുവാണ് രാഹുലിന് വീണ്ടേ. കാരണം അവിടെ കിടന്ന് കുഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അകത്തുനിന്ന് ആരും വന്നിട്ടുണ്ടെങ്കിൽ എടുത്തോണ്ട് പോയിക്കോളൂ. പിന്നീട് അകത്ത് കയറി നിൽക്കുകയാണ്. കാരണം ഇനി ആരാ വരുന്ന പറയാൻ പറ്റില്ല. ഒരു പക്ഷെ രാഹുൽ ശാരിയാണെങ്കിൽ അവർ വീണ്ടും കുഞ്ഞിനെ അവിടെ നിന്ന് കൊണ്ടേ കളയാൻ ശ്രമിക്കും. അതൊരു കാരണവശാലും പാടില്ലെന്ന് കരുതി ഇവർ ജനലിന്റെ അവിടെ ഇങ്ങനെ മറിഞ്ഞു നിൽക്കുകയാണ്, ആരാ കുഞ്ഞിനെ എടുക്കുന്ന അറിയാൻ വേണ്ടി. അപ്പൊ ആ സമയത്ത് കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു. അതിന് കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞുണർന്ന് അങ്ങോട്ട് കരയാൻ തുടങ്ങി. ആ സമയം സരി പാതി ഒന്ന് മയങ്ങി ഒന്ന് വന്നായിരുന്നു. അപ്പോഴാണ് കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്ന പോലെ തോന്നിയത്. കുഞ്ഞിന്റെ കരച്ചിലാണല്ലോ കേൾക്കണമെന്ന് ഓർത്ത് ചാടി എഴുന്നേക്കുവാണ്. അപ്പൊ മനോഹർ കൂറക്കം വലിച്ചു കിടന്ന് ഉറങ്ങുവാണ്. സരി ആരെയും വിളിച്ചില്ല, നേരെ ഇറങ്ങി വരുവാണ്. ഇറങ്ങി വന്ന് നേരെ കഥവ് തുറന്ന് പുറത്തിറങ്ങിയപ്പോ സരിയോട് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. കുഞ്ഞ് സിറ്റോടി കിടക്കുന്നു. അവിടെ ചുറ്റും നോക്കി ആരെയും കണ്ടില്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്റെ ഭഗവാനെ, നീ ആയിട്ട് എന്റെ കുഞ്ഞിനെ ഇവിടെ എത്തിച്ചാണോ, ആരോ എടുത്തോണ്ട് പോയിട്ട് മനഃപൂർവ്വം കൊണ്ടേ കിടത്തിയതാണെന്ന് മനസ്സിലായി. കുഞ്ഞിനെ കോരിയെടുത്ത് ഉമ്മ വെക്കുവാണ് എന്റെ കൺമണി മോളേന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീട് അകത്തേക്ക് ഓടിപ്പോവാണ്. പോയിട്ട് മനോഹരനെ ഉണർത്തിയിട്ട് പറഞ്ഞു, ഇതേ മനുവേട്ട നമ്മുടെ കുഞ്ഞെന്ന് പറയാണ്. ഇതെവിടുന്ന് എനിക്കറിയില്ല. സിറ്റൗട്ടിൽ കുഞ്ഞിന്റെ കരച്ചിലായിട്ട് ഞാൻ പോയി നോക്കിയതാ. അപ്പൊ സിറ്റൗട്ടിൽ ആരോ കൊണ്ടേ കിടത്തിയിരിക്കുന്നു. എനിക്കൊന്നിനി അപ്പൊ അപ്പുറത്തെ അവൾമാരെങ്ങാനും ആണോന്ന് ചോദിക്കുക. അവരങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയണം. എന്നെങ്കിലും എനിക്ക് അറിയത്തില്ല, ആരോ ചെയ്തേക്കുന്ന പണിയെന്ന് പറയാം. എന്നാലും കുഴപ്പമില്ല. മനോഹർ പറഞ്ഞു, ഇനിയിപ്പം വിഷമിക്കണ്ടല്ലോ, കുഞ്ഞിനെ തിരികെ കിട്ടിയില്ലേ, ഇനി എന്തിനാ സങ്കടപ്പെടുന്നേ എന്ന് ചോദിക്കണം. എന്നാലും ഇതാരായിരിക്കും മനുവേട്ട ചെയ്തേന്ന് ചോദിക്കുക. തൽക്കാലത്തേക്ക് ഇനിയിപ്പൊ അതൊന്നും ചിന്തിക്കാൻ പോകണ്ട. സരയുവിനാണെങ്കിൽ ഇനി വല്ലാത്ത പേടിയായിപ്പോ, ഇനി കുഞ്ഞിനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോവാ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. അപ്പോഴേക്കും ശാരിയും രാഹുലേക്ക് എഴുന്നേറ്റ് വന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും സരയുവിന്റെ കൈ കുഞ്ഞിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? അവരുടെ അന്തം വിട്ടുള്ള നോട്ടം ഇപ്പൊ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സരയ പറഞ്ഞു, എന്ത് പറ്റി, നിങ്ങളുടെ മൊഹാന്ത വല്ലായിരിക്കുന്നത്? എന്റെ കുഞ്ഞിനെ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷയല്ലേ എന്ന് ചോദിക്കും. എന്റെ മോളെ നീ എന്തൊക്കെയാ പറയണേ എന്ന് ചോദിക്കുവാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്റെ കുഞ്ഞിന്റെ അരികത്ത് പോയിട്ട് നിങ്ങൾ വന്നേക്കരുത്. നിങ്ങളെ കാണുന്ന പോലെ എനിക്ക് ഇഷ്ടമില്ലെന്ന് പറയണം. രണ്ടുപേരും എന്റെ കൺമുന്നിൽ നിന്ന് പോക്കണം, എന്റെ റൂമിലേക്ക് പോലും കയറിയേക്കാളെന്ന് പറയാം. ഇത് കേട്ടപ്പം ശാരി ഒന്നും മിണ്ടാതെ തിരിഞ്ഞിറക്കുവാണ്. രാഹുലും വന്നു. മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാഹുൽ പറഞ്ഞു, ഇത് എങ്ങനെ സംഭവിച്ചു? ആ കുഞ്ഞിനെ കളയാൻ വേണ്ടി കൊണ്ടേ കൊടുത്തല്ലേന്ന് ചോദിക്കും. ശാരി പറഞ്ഞു, എല്ലാം നിങ്ങൾ ഒറ്റ ഒരുത്തനാ, നിങ്ങളല്ലേ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാന്ന്. ഞാൻ ചെയ്താ, പക്ഷെ എങ്ങനെ കുഞ്ഞ് സിറ്റ് ഔട്ട് വന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. പക്ഷെ ഈ സമയത്ത് അവനെ വിളിച്ച് ചോദിക്കാനും പറ്റില്ലല്ലോ എന്ന് പറയണം. കാരണം അവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങാനും ഇവിടെ ഉള്ളവർ കേട്ടാ പിന്നെ അത് മതി അടുത്ത പ്രശ്നം ആവാനായിട്ട്. അതുകൊണ്ട് രാഹുലിനോട് ശാരി ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാനൊന്നും പോണ്ട. ഒരു കണക്കിന് ആ കുഞ്ഞ് വന്നാൽ നന്നായി. ഇല്ല നമ്മളെല്ലാം ഉള്ളേ പോയി കിടക്കുമെന്ന് എനിക്ക് തോന്നിയെന്ന് പറയണം. രാഹുൽ പറഞ്ഞു, അതുകൊണ്ടായില്ലല്ലോ. ആ കുഞ്ഞ് വീണ്ടും അവൾക്കൊരു ബാധ്യതയല്ലേ ആവുന്നതെന്ന് ചോദിക്കണം. നോക്കാം, എന്തെങ്കിലും ഒരു വഴിയുണ്ടോന്ന് നോക്കാം, അധികം വൈകാതെ നമുക്ക് കണ്ടെത്താന്ന് പറയണം. പിറ്റേ ദിവസം കിരണ് രാഹുലിനെ കാണാനായിട്ട് അങ്ങോട്ട് വരും. അപ്പൊ കിരൺ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ കൊണ്ടേ കൊടുത്ത ആരാന്ന്. രാഹുൽ ശാരിയും ചേർന്നിട്ടാണ് ഈ തന്ത്രങ്ങളൊക്കെ നടത്തിയതെന്നുള്ള കാര്യം കിരൺ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് ഒന്ന് കോളിംഗ് ബെൽ അടിച്ച് കഴിഞ്ഞപ്പോ രാഹുല വന്ന് കഥ തുറക്കുന്നേ. അപ്പൊ രാഹുല് കിരണിനെ കണ്ടുവന്ന് ഞെട്ടി. നീയോ? എന്താ കിരണേ, എന്താന്ന് ചോദിക്കണേ. എനിക്ക് നിങ്ങളോട് അല്പം സംസാരിക്കാനുണ്ടെന്ന് പറയണം. ആ സമയത്താണ് സരിവ് അങ്ങോട്ട് വരുന്നത്. അപ്പൊ സരിവ് വന്നപ്പോ കിരണും രാഹുലും കൂടെ സംസാരിക്കുന്നുണ്ട്. ഇവരെന്താ സംസാരിക്കുന്നത് എന്ന് കരുതിയിട്ട് അവിടെ മറഞ്ഞു നിൽക്കുവാണ്. അപ്പോഴേക്കും രാഹുൽ ചോദിച്ചു, എന്താ കിരണ, നിനക്ക് എന്താ സംസാരിക്കാനുള്ള നിൽക്കും? നിനക്കൊന്നും അറിയത്തില്ലല്ലേ, ഇത്തിരി ഇല്ലാത്തൊരു ചോരക്കുഞ്ഞിനെ നിങ്ങള് അങ്ങോട്ട് കൈമാറിയില്ലെന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോ രാഹുൽ പറഞ്ഞു, അത് അനാവശ്യം പറയില്ലെന്ന് കേട്ടോന്ന് പറയണം. അനാവശ്യമോ? ആവശ്യമുള്ള കാര്യം തന്നെയാ. എന്റെ അമ്മേനെ അച്ഛനെ ചതിച്ച കുറെ കാലം നിങ്ങൾ അവരെ വഞ്ചിച്ചില്ലേന്ന് ചോദിക്കും. അതും പോരാഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ ഈ കൊടും ക്രൂരത ആ പിഞ്ചു കുഞ്ഞിനോട് നിങ്ങൾ കാണിച്ചില്ലേന്ന് ചോദിക്കണം. എന്ത് ക്രൂരത കാണിച്ചതാ നിങ്ങൾ പറയുന്നേ? ഒന്നും കൂടുതലായിട്ടൊന്നും പറയണ്ട, എല്ലാം അറിയാം. നിങ്ങൾ കാണിച്ച ചതി എന്താണെന്നറിയോ? അത് ചെറിയ കാര്യമൊന്നും അല്ലെന്ന് പറയണം. അല്ല നിങ്ങൾക്കിപ്പൊ അങ്ങനെ കാണിച്ചാലും കുഴപ്പമില്ല,
ഇത് കേട്ടപ്പോൾ രാഹുലിനോട് ഞാനങ്ങനെ ചെയ്തിട്ടില്ല. എങ്കിൽ നിങ്ങളുടെ ഭാര്യ ആയിരിക്കും അത് ചെയ്തിരിക്കുന്നത്, ശാരി. അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. എന്താണെന്നറിയാവോ? അത് അവരുടെ പേരക്കുഞ്ഞല്ലല്ലോ, നിങ്ങളുടെ അല്ല പേരക്കുഞ്ഞെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടോടുന്നെ സരുവിനൊന്നും മനസ്സിലായില്ല. ഇതെന്തൊക്കെയാ കിരൺ പറയണേ? പെട്ടെന്ന് രാഹുൽ പറഞ്ഞു, എടാ നീ എന്തൊക്കെയാണ് വിളിച്ചു പറയണെന്ന് നിൽക്കും. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? നിങ്ങളുടെ പേരക്കുഞ്ഞില്ലേ അത്. പക്ഷേങ്കിൽ അതെങ്ങനെയാ ഷാരി ആന്റിയുടെ ആവുന്നേ? ഷാരി ആന്റിയുടെ പേരക്കുഞ്ഞല്ലല്ലോ എന്ന് പറയാണ്. അപ്പൊ പിന്നെ നിങ്ങൾക്കൊക്കെ എന്ത് വെള്ളം ആകാലോ അന്ന് അല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടതും സമനില തെറ്റുന്ന പോലെ തോന്നി സരുവിന്. കാരണം അച്ഛനൊന്നും തിരിച്ചു പറയുന്നില്ല. അതിനർത്ഥം എന്താ? താൻ തന്റെ അമ്മയുടെ മോളല്ലെന്നാണോ? അപ്പൊ ഇത്രയും കാലം ആ സ്ത്രീ ഇവിടെ വന്നോണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ? ആകെപ്പാടെ വല്ലാത്തൊരു വെപ്രാളം, ബുദ്ധിമുട്ട് എന്തൊക്കെയോ ഉണ്ടായി. ഈ സമയം രാഹുൽ പറഞ്ഞു, ഒന്ന് പതുക്കെ പറയട കിരണേ, ഇവിടെ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ സരു എങ്ങനെ കേട്ടാ അത് മതി. കേൾക്കട്ടെ. നിങ്ങളെപ്പോലെ ക്രൂരനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതേ വലിയ ആൾക്കോട് ക്രൂരത കാണിക്കുന്ന പോലെ ഒരു കുഞ്ഞിനോട്, ഇച്ചിരി ഇല്ലാത്ത പൊടിക്കുഞ്ഞിനോട് ക്രൂരത കാണിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? അതിനെ അമ്മയും തമ്മിൽ അകറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാ? നിങ്ങൾ ഈ ചെയ്യുന്ന ദുഷ്ടത്തിനൊക്കെ ഉണ്ടല്ലോ, ഒരു ദിവസം നിങ്ങൾ എണ്ണി കണക്ക് പറയേണ്ടതായിട്ട് വരുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു, അതെ അവന്റെ കുഞ്ഞാത്, അവന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞാൽ എന്റെ ഇതായിരുന്നു. കാരണം അവനെ ഒരിക്കലും ആ കുഞ്ഞിനെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ അതിനെ കൊണ്ടു നടക്കാനോ പോകുന്നില്ലെന്നറിയാം. അപ്പൊ എന്താണ്, ഞാൻ നോക്കിയിട്ട് വേറൊരു വഴിയും കണ്ടില്ല, അതാന്ന് പറയാണ്. ഇത് കേട്ടോണ്ട് സരുവിന്റെ നെഞ്ചു വിങ്ങി. സരു പെട്ടെന്ന് അകത്തേക്ക് കയറി പോവാണ്. അത് കിരൺ പറഞ്ഞു, അതെ ഇനി മേലാല് ഇതുപോലത്തെ പോക്കൃത്തരം കാണിച്ചാണ്ടല്ലോ നിങ്ങൾ കിടക്കുന്ന അകത്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശരിയാക്കുമെന്ന് പറയാണ് എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് കിരൺ അങ്ങോട്ട് പോവാണ്. രാഹുൽ ആകെപ്പാടെ തകർന്നു. ഓഹോ, അപ്പൊ കിരണും കല്യാണിയുമാണ് അവനെ ആ കുഞ്ഞിനെ ഇങ്ങോട്ട് രക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. എവിടെ പോയി പരിപാടി അവതരിപ്പിച്ചാലും അതെല്ലാം നശിച്ചു പോകുവാണല്ലോ എന്നൊരു ചിന്ത രാഹുലിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പിന്നീട് രാഹുല് തകർന്ന മനസ്സോടെ കയറി പോവാണ്. ഈ സമയം സരു ഇങ്ങനെ ചിന്തിച്ചു, താൻ എന്താ കേട്ട്? സരുവിന് സങ്കടം സഹിക്കാൻ പറ്റില്ല. സരു മുറിയിലേക്ക് പോയി പൊട്ടിക്കരയണം. പിന്നീട് ആലോചിച്ചു, എന്തിനാ താൻ കരയണേ? സത്യാവസ്ഥ എന്താന്ന് തിരിച്ചറിയണം. ഇനിയിപ്പം താൻ ഇവരുടെ മോളല്ലേ? അതങ്ങനെയാണെങ്കിൽ തന്റെ അമ്മയുടെ മോളല്ലെങ്കിൽ തിരിച്ചറിയണം. അങ്ങനെ സരു നേരെ മുറിയിലേക്ക് ഇനിയിപ്പം ശാരി മുടിയൊക്കെ ചീവിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് സരു കൃത്രിമമായിട്ടൊരു സന്തോഷിക്കാൻ അഭിനയിച്ച് അങ്ങോട്ട് ചെയ്തിട്ട് പറഞ്ഞു, അല്ല ഇതെന്താ അമ്മയുടെ മുടിക്ക് ഇങ്ങനെ കിടക്കുന്നേ? അമ്മ ഇങ്ങനെയാണ് ചീരുന്നേ? ഇങ്ങോട്ട് ഞാൻ ചീവി തരാന്നൊക്കെ പറയണം. അങ്ങനെ എന്താണ് ആ ചീർപ്പ് മേടിച്ചിട്ട് ശാരിയുടെ മുടി ചെയ്ത് കൊടുക്കുക. അപ്പം മുടി ചെയ്യുന്നതിന്റെ ലക്ഷ്യം വേറൊന്നും ആയിരുന്നില്ല. ആ മുടിയെന്ന് ഒരു മുടിനാരയുടെ എടുക്കണം, അത് അത് അയച്ചു കൊടുക്കണം, അത് ലാബിൽ ടെസ്റ്റ് ചെയ്ത് DNA ടെസ്റ്റ് നടത്തിയിട്ട് താന് ശാരിയുടെ ആണോ തിരിച്ചറിയണം. ആ ഒരു ചിന്തയ്ക്കായിരുന്നു സരുവിന്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ മുടി ഈരി കൊടുത്തപ്പോ ശാരി ഓർത്തു, പതിവിലും വിപരീതമായിട്ട് ഇവൾക്ക് എന്താ ഭയങ്കര ഇത്, തന്നോട് ഇത്ര സ്നേഹവും കെയറിങ്ങോ കാണിക്കുന്നേ എന്താണെന്ന് മനസ്സിലായില്ല. എന്തേലും ആട്ടെ നിർത്തുന്നത്. ശാരി അവിടെ ഇരുന്നു. ശാരിയുടെ സ്വപ്നത്തിൽ പോലും അങ്ങനെ ചിന്തയില്ലായിരുന്നു സരുവിന് സംശയം ഉണ്ടെന്നുള്ള കാര്യം. പിന്നീട് സരു തന്റെ ഫ്രണ്ടിനെ വിളിക്കുകയാണ്. ഫ്രണ്ടിനെ വിളിച്ചിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണണം എന്ന് പറയാം. അങ്ങനെ ഫ്രണ്ട് വന്നു. ഫ്രണ്ട് വെച്ചാൽ എന്താ കാര്യം? അതെ ഞാനൊരു മുടിയുടെ തരും, ഇത് നീ ഒന്ന് DNA ടെസ്റ്റ് നടത്തിയിട്ട് പറയണമെന്ന് പറയാം. അപ്പം സരുവിന്റെ ഫ്രണ്ടായിരുന്നു അവള്. അല്ല ഇതെന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ തോന്നല്? എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ചിലരുടെ കാര്യത്തില്, അപ്പൊ അതിന് വേണ്ടിയിട്ടാ. അല്ല നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കാം. അതൊക്കെ ഉണ്ട് എന്നൊക്കെ പറയണം. പിന്നീട് സരി പറഞ്ഞു, പുറത്ത് തൽക്കാലത്തേക്ക് ഇത് ആരും അറിയണ്ടെന്ന് പറയണം. എന്റെ അമ്മയോ ആരും ഇത് അറിയില്ലെന്ന് പറയാണ്. ഇല്ല ഞാനൊന്നും പറയാനായിട്ട് പോകുന്നൊന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ അവരാ മുടിയിഴകളുമായിട്ട് അങ്ങോട്ട് പോയി. പക്ഷേങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാലും സരുവിന്റെ നെഞ്ചിലൊരു തീയായിരുന്നു. ഒരു പഞ്ഞി വെച്ചാൽ കത്തുന്ന പോലെ സരു. റിസൾട്ട് വരുമ്പോൾ DNA ഫലം വന്നിപ്പോ എങ്ങനെയായിരിക്കും? താൻ തന്റെ അമ്മയുടെ മോളല്ലെന്ന് തിരിച്ചറിയുവോ? ഇനിയിപ്പോ എല്ലാരും പറയുന്ന പോലെ ആ താര എന്ന് പറയുന്ന സ്ത്രീ വന്ന് വെല്ലുവിളിക്കുന്ന പോലെ താൻ അവരുടെ മോളായിരിക്കുമോ? അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം 1000 വട്ടം വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ആട്ടി ഓടിച്ചു വിടുകയോ ചെയ്യുന്നേ. പക്ഷെ ആ മിണ്ടാമൂളിയായിരിക്കും തന്റെ അമ്മയെന്ന് സ്വപ്നത്തിൽ പോലും സരയു കരുതുന്നുമില്ല. പിന്നീടുള്ള സരയുവിന്റെ നിമിഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത കനം കൂടിയതായിരുന്നു. സമയം പോകുന്നില്ലെന്നങ്ങ് തോന്നി. കാരണം സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് അറിയണം, അങ്ങനെ ഒരു ചിന്തയായിരുന്നു. പിന്നീട് സരുവിന്റെ ഫ്രണ്ട് സരുവിനെ വിളിക്കുകയാണ്. എനിക്ക് നിന്നെ കാണണമെന്ന് പറയാ. അങ്ങനെ സരു ചെല്ലുവാണ്. സരു ചെന്ന് കഴിഞ്ഞപ്പത്തേനും പറഞ്ഞു, അതെ നീ കൊണ്ടുവന്ന മുടിയിഴ ഞങ്ങൾ പരിശോധിച്ചെന്ന് പറയാം. എന്നിട്ട് എന്താ എന്റെ റിസൾട്ട്? അതെ നെഗറ്റീവാണ് റിസൾട്ട് എന്ന് പറയണേ. നെഗറ്റീവോ? എനിക്കൊന്നും മനസ്സിലായില്ല, നീ കാര്യം എന്താന്ന് പറ. അത് പിന്നെ ആ മുടിയിഴകളിലുള്ള അതുണ്ടല്ലോ ആ രണ്ടും കൂടെ മാച്ചാകുന്നില്ലെന്ന് പറയാണ്. അപ്പൊ സരുവിന്റെ മുടിയും ശാരിയുടെ മുടിയും തന്നെ മാച്ചാകുന്നില്ല. കാരണം ആ കൊണ്ടുവന്നിരിക്കുന്ന സ്ത്രീയായിട്ട് ഇതേ ആ ഒരു ബന്ധമില്ലെന്ന് പറയാണ്. ഇത് കേട്ട് ഒരു നിമിഷം സരവിച്ചു, അത് നീ ശരിക്കും ടെസ്റ്റ് ചെയ്താണോന്ന് ചോദിക്കും. ഞാൻ ശരിക്കും ടെസ്റ്റ് ചെയ്താ ഇനിയിപ്പം നീ എവിടെ കൊണ്ട് ടെസ്റ്റ് ചെയ്താലും ഇത് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. ആ കുട്ടിയുടെ അമ്മയല്ല ആ സ്ത്രീ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സമനില തെറ്റുന്ന പോലെ തോന്നി, കീഴ്മ മറിയുന്ന പോലെ തോന്നി. ആകെപ്പാട് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി സരുവിന്. സരുവിന് അന്തം വിട്ട് നിൽക്കുമ്പോഴത്തേനും അവർ ചോദിച്ചു, എന്താടി എന്ത് പറ്റി? നിനക്ക് എന്തായാലും വെപ്രാളം വിഷമം പോലെ.
അല്ല എന്റെ മനസ്സിലേക്ക് എന്തായാലും കാര്യമുണ്ടോ, എന്തായാലും പ്രശ്നമുണ്ടോ നീക്ക്? ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സരിയു അങ്ങനെ വീട്ടിലേക്ക് തകർന്ന മനസ്സോട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ ശാരി ഇരിക്കുന്നുണ്ടായിരുന്നു. ശാരിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സരുവിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തന്റെ അമ്മയല്ലല്ലോ ഈ ഇരിക്കുന്നതെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. അങ്ങനെയാണെങ്കിൽ തന്റെ അമ്മ താര എന്ന് പറയുന്ന സ്ത്രീയാണോ? അങ്ങനെയാണെങ്കിൽ അവരാണെന്ന് ഉറപ്പിക്കാൻ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും അവരുടെ ഒരു മുടിയിഴയും കൂടെ കിട്ടുവാണെങ്കിൽ, DNA ടെസ്റ്റ് നടത്തുവാണെങ്കിൽ താൻ അവരുടെ മോളാൻ തിരിച്ചറിയും. എന്താ ചെയ്യണ്ടേ ഒന്നും അറിയത്തില്ല. അത് ആകെപ്പാടെ തകർന്നു പോവാണ്. ഇത്രയും കാലം കണ്ട സ്വപ്നങ്ങളൊക്കെ വെറും കിനാവ് മാത്രമായിരുന്നുള്ള സത്യം സരു തിരിച്ചറിയുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ സരുവിന് വല്ല മാറ്റങ്ങളും ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴത്തേനും അഹങ്കാരം കുറയുവോ, കല്യാണിയും കിരണിയും അംഗീകരിക്കുമെന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ആദ്യം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.